കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച തികയും മുമ്പേ പതിവായി കണ്ടുവരുന്ന അമ്മായിമ്മ പോര് അടുക്കളയിൽ റംലത്തിനും രൂക്ഷമാവാനായി തുടങ്ങി. പഠിക്കാൻ ഏറെ മിടുക്കിയായിരുന്ന റംലത്തിനെ 10ാം ക്ലാസ്സിൽ പരീക്ഷ പോലും എഴുതാൻ സമ്മതിക്കാതെ വാപ്പ ഹമീദ് 15ാം വയസ്സിലാണ് തെക്കുന്നുള്ളൊരു കൂട്ടർക്ക് റംലത്തിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. പഠിക്കാൻ ഏറെ മിടുക്കിയായിരുന്ന റംലത്തിനെ ഇപ്പൊ വിവാഹം കഴിപ്പിച്ച് അയക്കരുതെന്ന് സ്കൂളിൽ നിന്ന് ടീച്ചർമാരും മാഷുമാരൊക്കെ വന്ന് വാപ്പാന്റെ കാല് പിടിച്ചു പറഞ്ഞു. അന്നത്തെ കാലത്ത് നാട്ടു നടപ്പും വിവരമില്ലായ്മയും വിദ്യാഭ്യാസത്തിനൊരു വിലയും കൊടുക്കാത്തത് കൊണ്ടൊക്കെ എല്ലാ പെൺകുട്ടികളെയും പോലെ അടുക്കളയിലെ കരിയും പുകയും തട്ടാനായിട്ട് അവളെ നിർബന്ധിച്ചുകൊണ്ട് തള്ളി. 15കാരി റംലത്തിനെ കിട്ടിയതാവട്ടെ 30കാരി കളിച്ചും പഠിച്ചും നടക്കേണ്ട പ്രായത്തിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ ഭാരം ചെറിയ പെൺകുട്ടിയായ ഇവളുടെ തലയിലായി. പ്രായത്തിന്റെ പക്വത കുറവ് മൂലേ പാകപ്പിഴകൾ ഒരുപാടായി. 10ാം ക്ലാസ്സിലെ 15കാരിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ. ഒരു വർഷം കഴിഞ്ഞ് ഭർത്തൃ വീട്ടുകാരെന്നെ റംലത്തിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. മോളെ ഇനി അങ്ങോട്ട് വിടണ്ട, ഇവിടെ തന്നെ നിർത്തിക്കോന്നും പറഞ്ഞ് അവര് ബന്ധം വേർപ്പെടുത്തി. തിരികെ വീട്ടിൽ വന്ന റംലത്ത് ഒരേ ഒരു കാര്യമാണ് അന്ന് പറഞ്ഞത്. പ്രായത്തിന്റെ പക്വതയിൽ നിന്നല്ല റംലത്ത് അന്ന് അങ്ങനെ പറഞ്ഞത്, അനുഭവം കൊണ്ടാ. മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കരുതെന്നും പഠിക്കാൻ അനുവദിക്കണം എന്നാണ് വാപ്പ ഹമീദിന്റെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞത്. റംലത്ത് അങ്ങനെ പഠനം തുടർന്നു. പഠനം കഴിഞ്ഞ് വീട്ടിൽ വന്ന കച്ചവടത്തിന് തുടക്കം കുറിച്ച് പലതരം മീനുകളും ഇറച്ചികളൊക്കെ അച്ചാറിട്ട് വിൽക്കാനായിട്ട് ആരംഭിച്ചു. രുചി മികച്ചതായതുകൊണ്ട് തന്നെ കച്ചവടം നല്ല നിലയിൽ തുടർന്നുകൊണ്ടിരുന്നു. വാപ്പ ഹമീദിന്റെയും കുടുംബത്തിന്റെയും അഭിമാനമായിട്ട് റംലത്ത് മാറി. അപ്പൊ ഇങ്ങൾക്കും വേണമെങ്കിൽ ഓർഡർ ചെയ്തോ, അത്ര ടേസ്റ്റ് ആണെന്നേ ഓരോ അച്ചാറുകളും.